ശ്രീ കെ അശോകൻ, കണ്ണൂർ തലശ്ശേരി സ്വദേശി, നാടകനടൻ, ഗായകൻ, സാമൂഹ്യ പ്രവർത്തകൻ. കതിരൂർ സർവീസ് ബാങ്കിൽ സെക്രട്ടറിയായി വിരമിച്ചു. വായനശാലകളുടെയും പിണറായി സാംസ്കാരിക സമിതിയുടെയും ധാരാളം നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. പിണറായി ശ്രീനാരായണ വായനശാലയുടെ സെക്രട്ടറി, സിനിമാ നടൻ സത്യൻ്റെ പേരിലുള്ള തലശ്ശേരി പുന്നോൽ സത്യൻ സ്ഥാപനത്തിൻ്റെ സെക്രട്ടറി, പിണറായി പ്രണവ പ്രിയ കോളേജ് ഓഫ് മ്യൂസിക്, മാഹി തപസ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മ്യൂസിക് എന്നീ സ്ഥാപനങ്ങളിൽ സെക്രട്ടറി എന്നീ നിലയിൽ പ്രവർത്തിച്ചു വരുന്നു. ഈ സ്ഥാപനത്തിൽ നാടകം, ശാസ്ത്രീയ സംഗീതം, കർണാടിക് സംഗീതം, കീബോർഡ്, ഗിറ്റാർ, വയലിൻ, ജാസ്, തബല, ശാസ്ത്രീയ നൃത്തം, ഉപകരണ സംഗീതം എന്നിവ അഭ്യസിപ്പിച്ചു വരുന്നു. ഇതുകൂടാതെ ജനോപകാരപ്രദമായ പല പരിപാടികളും ഏറ്റെടുത്ത് നടത്തുകയും മാരകമായ അസുഖം ബാധിച്ചവർക്ക് സാമ്പത്തിക സഹായം നൽകുകയും ചെയ്യുന്നു. ഇതിൻ്റെ നേതൃത്വപരമായ പങ്ക് വഹിച്ചു വരുന്നു. 20 വർഷമായി കർണാടക സംഗീതം, വോക്കൽ സംഗീത ക്ലാസുകൾ തുടങ്ങിയവയ്ക്ക് ക്ലാസുകൾ നൽകുന്നു. കഴിഞ്ഞ 10 വർഷമായി വിവിധ സംഗീത മത്സരങ്ങൾക്കും കലോത്സവങ്ങളിലും വിധികർത്താവായി പ്രവർത്തിക്കുന്നുണ്ട്. കതിരൂർ സർവീസ് ബാങ്കിൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന സമയത്ത് സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും ഏറ്റവും നല്ല ബാങ്കിനുള്ള അവാർഡ് ലഭിച്ചിട്ടുണ്ട്. കലാമേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി പ്രേമലത കെ പി, മലപ്പുറം പാണ്ടിക്കാട് സ്വദേശി, വാർഡ് കൗൺസിലർ, നൃത്ത അധ്യാപിക, അംഗനവാടി ടീച്ചർ. 2010 മുതൽ തുടർച്ചയായി 15 വർഷം വാർഡ് കൗൺസിലറായി പ്രവർത്തിച്ചിട്ടുണ്ട്. 2010 മുതൽ 2015 വരെ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി പ്രവർത്തിച്ചു. 2015 മുതൽ 20 വരെ പാണ്ടിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചു. ഈ 15 വർഷത്തെ കാലയളവിൽ പൊതുസേവനത്തിൻ്റെ ഭാഗമായി പാവപ്പെട്ട ധാരാളം ആൾക്കാർക്ക് വീട് വെച്ച് നൽകാൻ സാധിച്ചിട്ടുണ്ട്. പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന ഫണ്ടും അല്ലാതെയും ആയിട്ട് 50ഓളം ആൾക്കാർക്ക് വീട് വെച്ച് നൽകി. ആരും നോക്കാനില്ലാത്ത ആൾക്കാരെ കണ്ടെത്തി അവർക്കുള്ള സഹായവും ഭക്ഷണവും മരുന്നും എത്തിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠന സഹായങ്ങളും രൂപയായിട്ടും അതുപോലെ കുടിവെള്ള പ്രശ്നങ്ങൾ, വഴി പ്രശ്നങ്ങൾ എന്നിവയ്ക്കെല്ലാം പരിഹാരങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ 20 വർഷമായി നൃത്ത മേഖലയിൽ പ്രവർത്തിക്കുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കും മുതിർന്നവർക്കും നൃത്തപഠനം ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഭിന്നശേഷിക്കാർക്കായി ഒട്ടുമിക്ക വർഷങ്ങളിലും അവരുടെ സന്തോഷത്തിനായി നൃത്ത പരിപാടി സൗജന്യമായി നടത്തി കൊടുക്കുന്നു. നിലവിൽ അംഗനവാടി ടീച്ചറാണ്. പൊതുപ്രവർത്തന മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ സൂരജ് സത്യൻ, എറണാകുളം ചേന്ദമംഗലം സ്വദേശി, കഥാപ്രാസംഗികൻ, ശബ്ദലേഖകൻ, ചിത്രസംയോജകൻ, സംവിധായകൻ, അധ്യാപകൻ. 37 വർഷമായി കഥാപ്രസംഗ രംഗത്ത് പ്രവർത്തിക്കുന്നു. 1988 കെടാമംഗലം സദാനന്ദ ശിക്ഷണത്തിൽ പ്രൊഫഷണൽ കഥാപ്രസംഗ രംഗത്തെത്തി. ആദ്യ കഥ അമ്മ, തുടർന്ന് ചണ്ടാല ഭിഷികി, സഹോദരൻ അയ്യപ്പൻ, അങ്കക്കളരി, ചിരിക്കുന്ന മനുഷ്യൻ, വിധി, ഭാർഗവരാമൻ, സുതപുത്രൻ, ഭഗത് സിംഗ്, കർണൻ, രമണൻ, രാവണൻ, സുന്ദരികളും സുന്ദരന്മാരും, കരുണ, ദ്രൗപദി, വിശ്വമാനവികതയുടെ പ്രവാചകൻ, കുരുക്ഷേത്രം, വ്യാസന്റെ ചിരി തുടങ്ങി 32ഓളം കഥകൾ വേദിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. കേരള സംഗീത നാടക അക്കാദമി അവാർഡ്, സവ്യസാചി പുരസ്കാരം, SL പുരം സദാനന്ദൻ സ്മാരക പുരസ്കാരം, ഗിരീഷ് കർണാട് പുരസ്കാരം, ഇടക്കൊച്ചി സ്മാരക പുരസ്കാരം, ദുബായ് സാഗ ലൈഫ് ടൈം അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഷട്കാല ഗോവിന്ദ മാരാർ എന്ന സിനിമയുടെ റെക്കോർഡിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. 2 ഷോർട്ട് ഫിലിമുകൾ ചെയ്തിട്ടുണ്ട്. ധാരാളം ഡോക്യുമെൻ്ററികൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. നിരവധി വീഡിയോ ആൽബങ്ങളും ചെയ്തിട്ടുണ്ട്. KSSV ചാനലിനു വേണ്ടി കഥാപ്രസംഗ കലയുടെ ചരിത്രം, കഥാപ്രസംഗ കാലം എന്ന പേരിൽ സംവിധാനം ചെയ്തു വരുന്നു. നിലവിൽ കരിമ്പാടം DD സഭ ഹൈസ്കൂളിലെ അധ്യാപകൻ കൂടിയാണ്. കലാരംഗത്തെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി ബിന്ദു ജി പിള്ള, പൂനെ ചിഞ്ചുവാഡ് സ്വദേശി, സാമൂഹ്യ പ്രവർത്തക, വിവിധ കലാ സാംസ്കാരിക ഗ്രൂപ്പിലെ അംഗമാണ്. സ്പോർട്സിലും ഡ്രാമയിലും കോമഡി സ്കിറ്റുകളിലും അഭിനയിച്ചിട്ടുണ്ട്. പൂനെയിൽ സംഘടിപ്പിച്ച വിഷു കൂട്ടായ്മയിൽ കോമഡി ഡ്രാമയായ ഭാരത് ബന്ദിൽ അഭിനയിച്ചു. ഈ അഭിനയത്തിന് കാവാലം നാരായണ പണിക്കർ സ്മാരക പുരസ്കാരം ലഭിച്ചു. പൂനെയിലുള്ള കോളേജ് ഓഫ് മിലിറ്ററി എഞ്ചിനീയറിംഗിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ പ്രകമ്പനങ്ങൾ എന്ന ചെറുകഥാ സമാഹാരം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിന് നവഭാവന ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ആനുകാലികങ്ങളിൽ ലേഖനങ്ങൾ, കവിതകൾ, ഓർമ്മക്കുറിപ്പുകൾ എന്നിവ പ്രസിദ്ധീകരിക്കുന്നു. എൻ്റെ സൂര്യകാന്തി പൂക്കൾ എന്ന കവിതാ സമാഹാരം പ്രസിദ്ധീകരണത്തിന് തയ്യാറെടുക്കുന്നു. നിരവധി ആൽബങ്ങൾക്ക് ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട്. ഭക്തിഗാനങ്ങളും രചിച്ചിട്ടുണ്ട്. പെണ്ണില്ലം എഴുത്തിടത്തിൻ്റെ FM റേഡിയോയിലും YouTube ചാനലിലും കഥയും കവിതയും അവതരിപ്പിക്കുന്നു. റേഡിയോ രംഗിൽ FBയിൽ ലൈവായി കവിത അവതരിപ്പിച്ചിട്ടുണ്ട്. കവിതാ രചനയ്ക്ക് ധാരാളം സമ്മാനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. സാഹിത്യ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ ദീപേഷ് ബാഹുലേയൻ,
എറണാകുളം കാക്കനാട് കുസുമഗിരി സ്വദേശി, 15 വർഷത്തോളം കലാരംഗത്ത് സജീവമായി പ്രവർത്തിച്ചു വരുന്നു. പ്രാഥമിക വിദ്യാഭ്യാസ കാലം മുതൽക്ക് തന്നെ കൊച്ചിൻ കലാഭവനിൽ നൃത്തം ശാസ്ത്രീയമായി പഠിക്കാൻ തുടങ്ങി. ശ്രീശങ്കര യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മോഹിനിയാട്ടം പഠിക്കുന്ന ആദ്യ പുരുഷ വിദ്യാർത്ഥിയാണ് ഇദ്ദേഹം. 2022 മുതൽ കേരള സർക്കാരിന് സാംസ്കാരിക വകുപ്പിന് കീഴിൽ വരുന്ന വജ്ര ജൂബിലി ഫെലോഷിപ്പിന് അർഹനായിട്ടുണ്ട്. തൃക്കാക്കര നഗരസഭയുടെ കീഴിലുള്ള വിവിധ സെന്ററുകളിൽ നടത്തുന്ന സൗജന്യ കലാപരിശീലന പദ്ധതിയിൽ മോഹിനിയാട്ട നൃത്ത അധ്യാപകനെ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ്, CBSE കലോത്സവങ്ങളിൽ നിരവധി കുട്ടികൾ സ്കൂൾ, സബ് ജില്ലാ, സംസ്ഥാന തലങ്ങളിൽ മികവുറ്റ പ്രകടനങ്ങൾ നടത്തുകയും സമ്മാനം വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. പാലാരിവട്ടത്തും കിഴക്കമ്പലം എന്നീ സ്ഥലങ്ങളിൽ സ്വന്തമായി മാധവം എന്ന പേരിൽ നൃത്ത സ്ഥാപനം നടത്തുന്നു. അതിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. കിഴക്കമ്പലം ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിൽ വരുന്ന 6ഓളം ഗവൺമെൻറ് സ്കൂളുകളിൽ നൃത്ത അധ്യാപകനായി ജോലി ചെയ്തിട്ടുണ്ട്. ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളെ നൃത്തം പഠിപ്പിച്ച് അവരെ കലോത്സവങ്ങളിൽ പങ്കെടുപ്പിക്കുന്നുണ്ട്. നൃത്തമേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകാതിരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി സഫീല തെന്നൂർ, തിരുവനന്തപുരം പാലോട് തെന്നൂർ സ്വദേശി, സാഹിത്യകാരി, അധ്യാപിക. പഠിക്കുന്ന കാലത്ത് സാഹിത്യരചന ഉണ്ടായിരുന്നു. തുടർന്ന് ഓൺലൈൻ നവമാധ്യമ കൂട്ടായ്മയിൽ എഴുതി തുടങ്ങി. കവിതാരചന മത്സരത്തിൽ ധാരാളം സമ്മാനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. P. ഭാസ്കരൻ സ്മരണാർത്ഥം നടത്തിയ കവിതാരചനയ്ക്ക് 3ാം സ്ഥാനം ലഭിച്ചു. 2023-24 മഷിത്തണ്ട് സാഹിത്യ കൂട്ടായ്മ നടത്തിയ 21 ദിന കവിതാ രചനാ മത്സരത്തിൽ പ്രത്യേക ജൂറി അവാർഡ് ലഭിച്ചു. കാലമേ നീ തന്നെ സാക്ഷി, ഒരു നിമിഷത്തിൻ്റെ മാന്ത്രികത എന്നീ 2 കവിതാ സമാഹാരങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഗവൺമെൻറ് HHS തൊളിക്കോട്, ഗവൺമെൻറ് VHSS പിരപ്പൻകോട്, ഗവൺമെൻറ് GHHS മിത്രമല, ഗവൺമെൻറ് GHS ചിതറ എന്നിവിടങ്ങളിലെ സ്കൂളിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. നിലവിൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കുമ്മിൾ ഹൈസ്കൂൾ വിഭാഗം അധ്യാപികയായി സേവനം ചെയ്യുന്നു. സാഹിത്യ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകാതിരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ സുഭാഷ് R. കൃഷ്ണ, പാലക്കാട് പള്ളിപ്പുറം സ്വദേശി, കവി, കഥാകൃത്ത്, തിരക്കഥാകൃത്ത്. 30 വർഷമായി ഓൺലൈൻ, ഓഫ്ലൈൻ ആയി ധാരാളം രചനകൾ നടത്തുന്നു. യുവർ ക്വാഡ്സ് എന്ന റൈറ്റിംഗ് പ്ലാറ്റ്ഫോമിൽ അക്ഷരങ്ങൾ എന്ന ഗ്രൂപ്പ് 3 വർഷത്തിലധികമായി നടത്തിവരുന്നു. 3 ലക്ഷത്തിലധികം എഴുത്തുകാരുള്ള ഗ്രൂപ്പിൽ ലോകത്തെങ്ങുമുള്ള എഴുത്തുകാർ ക്വാഡ്സ് മുതൽ നോവലുകൾ വരെ എഴുതുന്നുണ്ട്. ഒരു സിനിമയ്ക്ക് തിരക്കഥ പൂർത്തിയാക്കി. ഫേസ്ബുക്കിൽ നിന്ന് നിരവധി അവാർഡുകൾ സാഹിത്യ ഗ്രൂപ്പുകളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. നിരവധി സാഹിത്യ ക്യാമ്പുകളിൽ പങ്കെടുത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. സ്വന്തം നേതൃത്വത്തിൽ തുടങ്ങിയ ക്ലബ്ബാണ് റോയൽ ഓസ്കാർ സ്പോർട്സ് അസോസിയേഷൻ. കേരളത്തിലെ തന്നെ ആദ്യ 10 സ്ഥാനത്തുള്ള ക്ലബ്ബുകളിൽ ഒന്നാണിത്. സാഹിത്യ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകാതിരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. നാട്യശ്രീ ജയശ്രീ ദേവി കലാക്ഷേത്ര, കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി, നർത്തകി. ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, കഥകളി എന്നിവയിൽ പ്രാവീണ്യം നേടിയിട്ടുണ്ട്. ദേവി കലാക്ഷേത്ര നൃത്ത വിദ്യാലയത്തിൻ്റെ പ്രിൻസിപ്പൽ, നൃത്ത സംവിധായിക. സബ് ജില്ലാ CBSE കേരള ഗസറ്റ് ഓഫീസേഴ്സ് കലോത്സവം, ദേശീയ ബാലതരംഗം, ചലവമേള, കേരളോത്സവം, അനന്തപുരി നൃത്ത കലോത്സവം, പോളിടെക്നിക് കലോത്സവം, കൊച്ചിൻ യൂണിവേഴ്സിറ്റി കലോത്സവം എന്നിങ്ങനെ വിവിധ മത്സരങ്ങളിൽ വിധി നിർണ്ണയം നടത്തിവരുന്നു. കലാ, സാംസ്കാരിക, സാമൂഹ്യ മേഖലയിൽ സജീവ പ്രവർത്തനം. ഏഷ്യയിലെ ഏറ്റവും വലിയ അഭയകേന്ദ്രമായ ഗാന്ധിഭവൻ അക്കാദമി ഓഫ് പെർഫോമിംഗ് ആർട്സിൽ നൃത്ത അധ്യാപികയായിരുന്നു. ഗുരുശ്രേഷ്ഠ പുരസ്കാരം, നാട്യശ്രീ പുരസ്കാരം, അധ്യാപിക പുരസ്കാരം, കുമാരനാശാൻ പുരസ്കാരം തുടങ്ങി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. നൃത്ത മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകാതിരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ തടിയൂർ കൈലേഷ് കുമാർ, പത്തനംതിട്ട ജില്ലയിൽ ജനനം. ചെറുപ്പം മുതലേ ജ്യോതിഷ കാര്യങ്ങളിൽ തൽപരനായിരുന്നു. ആദ്യം കിട്ടിയ ബാങ്ക് ഉദ്യോഗം ഉപേക്ഷിച്ച് ജ്യോതിഷ രംഗത്ത് ഇറങ്ങുകയായിരുന്നു. അച്ഛനപ്പൂപ്പന്മാർ ജ്യോതിഷ പണ്ഡിതന്മാർ ആയിരുന്നതിനാൽ പാരമ്പര്യമായി തന്നെ ഈ വിദ്യയിൽ മുന്നേറാൻ കഴിഞ്ഞു. തിരഞ്ഞെടുപ്പ് പ്രവചനങ്ങൾ തുടങ്ങിയ അനേകം പ്രവചനങ്ങൾ നടത്തിയ ആളാണ് ഇദ്ദേഹം. സാമൂഹ്യ, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിൽ സജീവമായിരുന്നു. അനേകം പ്രസിദ്ധീകരണങ്ങളിൽ ജ്യോതിഷ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. അഖില കേരള ജ്യോതിഷരത്നം പുരസ്കാരം 2025 അർഹനായി. ജ്യോതിഷ മേഖലയിൽ ധാരാളം സംഭാവനകൾ നടത്തിയിട്ടുള്ള ഇദ്ദേഹത്തിന് ജ്യോതിഷ മേഖലയിൽ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകാതിരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ സോണി എബ്രഹാം, ശ്രീമതി സോണി എബ്രഹാം, തിരുവല്ല സ്വദേശിനി. നേഴ്സിംഗ് ബിരുദത്തോടൊപ്പം ക്ലിനിക്കൽ കോസ്മെറ്റോളജി പഠിക്കുക ഒരു പാഷനായിരുന്നു. ബ്യൂട്ടി സലൂൺ തുടങ്ങുകയും 15 വർഷങ്ങളായി ലഷ് ലുക്ക് വെൽഫ് കെയർ സലൂണിൻ്റെ മാനേജിംഗ് ഡയറക്ടറായി സേവനം അനുഷ്ഠിച്ചു വരികയും ചെയ്യുന്നു.
100ഓളം സ്ത്രീകളെ സ്വയം തൊഴിലിൻ്റെ മഹാത്മ്യം മനസ്സിലാക്കിക്കുന്നതിനും അതിലേക്ക് നയിക്കുന്നതിനും സാധിച്ചു. ധാരാളം കുട്ടികൾ വിദേശത്തും സ്വദേശത്തുമായി ജോലി ചെയ്യുന്നുണ്ട്. 10ഓളം സ്ത്രീകൾക്ക് തൻ്റെ സലൂണിൽ തന്നെ ജോലി കൊടുത്തു. തൊഴിലവസരം സൃഷ്ടിച്ചുകൊണ്ടും തൊഴിൽ നൽകിക്കൊണ്ടും സമൂഹത്തിൻ്റെ വികസനത്തിനും ക്ഷേമത്തിനും വേണ്ടി പ്രവർത്തിച്ചു വരികയാണ്. തൊഴിൽ പരിശീലന മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി ഗീത കൃഷ്ണ, കോട്ടയം ജില്ലയിൽ പുഞ്ചവയൽ സ്വദേശി. വിദ്യാഭ്യാസ കാലത്തിന് സാഹിത്യത്തിൽ അതീവ താല്പര്യമായിരുന്നു. അക്കാലത്ത് വിവിധ ആനുകാലികങ്ങളിൽ കഥകളും കവിതകളും ലേഖനങ്ങളും നിരൂപണങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആകാശവാണിയിൽ ധാരാളം കഥകൾ എഴുതി അവതരിപ്പിച്ചിട്ടുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ 10 വർഷക്കാലം LD ക്ലർക്കായി ജോലി ചെയ്തു. ഏകാകിനിയുടെ സ്വപ്നങ്ങൾ എന്ന ചെറുകഥകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. രാജു വള്ളിക്കുന്നിൻ്റെ കവിതകളെക്കുറിച്ചുള്ള പഠനഗ്രന്ഥമായ കവിതയിലെ ബഹുവചനവും നിരൂപണവും എന്ന ഗ്രന്ഥത്തിന് സാഹിത്യ ലോകത്ത് ധാരാളം അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. 2024 പൊൻകുന്നം വർക്കി അവാർഡ് ഉൾപ്പെടെ ധാരാളം അവാർഡുകൾ കരസ്ഥമാക്കി. സാഹിത്യ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ ഹാരിഷ് തോൽപ്പെട്ടി, വയനാട് ജില്ലയിലെ സാമൂഹ്യ പ്രവർത്തകനും സ്ത്രീ ശാക്തീകരണ പ്രവർത്തകനും വിദ്യാഭ്യാസ ശാക്തീകരണ പ്രവർത്തകനുമാണ്. സമൂഹത്തെ മികച്ചതായി രൂപപ്പെടുത്താനുള്ള ഏറ്റവും ശക്തമായ ആയുധമാണ് വിദ്യാഭ്യാസം എന്ന വിശ്വാസത്തോടെ സ്ത്രീകൾക്കും പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കും വിദ്യാഭ്യാസം പ്രാപ്തമാക്കാൻ ഇദ്ദേഹം പ്രവർത്തിച്ചു വരുന്നു. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ ഉന്നമനം ലക്ഷ്യമിട്ട് സ്കോളർഷിപ്പുകൾ, മറ്റ് സഹായങ്ങൾ, കരിയർ ഗൈഡൻസ് ക്ലാസുകൾ എന്നിവ ഇദ്ദേഹം ഏകോപിപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങൾ വഴി നിരവധി പെൺകുട്ടികൾ വിദ്യാഭ്യാസം തുടരാൻ പ്രചോദനം കണ്ടെത്തുകയും ജീവിതത്തിന് പുതുജീവൻ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടെ അഗതികളും ദരിദ്ര വിദ്യാർത്ഥികളും അടക്കമുള്ളവർക്ക് പഠന സഹായങ്ങളും ഭക്ഷണം, വസ്ത്രം എന്നിവയും നൽകി ജീവകാരുണ്യ പ്രവർത്തന മേഖലയിലും സജീവമാണ്. കുടുംബശ്രീ, സന്നദ്ധ സംഘങ്ങൾ എന്നിവയായി ചേർന്ന് സമൂഹത്തെ ഉണർത്തുന്ന വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു. സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ ലഭ്യമാക്കി ആത്മവിശ്വാസം വളർത്താൻ കഴിയുന്ന പദ്ധതികൾക്ക് ഇദ്ദേഹം മുൻഗണന നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്നു. സ്ത്രീ ശാക്തീകരണ മേഖലയിലെ പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ലിറ്റി ചാക്കോ, ശ്രീമതി ലിറ്റി ചാക്കോ തൃശ്ശൂർ ചാലക്കുടി സ്വദേശിയാണ്. നിലവിൽ സെൻറ് ജോസഫ് കോളേജിലെ മലയാളം അധ്യാപികയാണ്. 600 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന സംഗമ ഗ്രാമമാധവൻ എന്ന ഗണിത വിദ്വാന്റെ പേരിൽ സംഗമ ഗ്രാമമാധവനും കേരളീയ ജ്യോതിശാസ്ത്ര സരണിയും എന്ന വിഷയത്തിൽ കേരളത്തിൻ്റെ വൈജ്ഞാനിക പാരമ്പര്യ മേഖലയിൽ ഗവേഷണം നടത്തുന്നു. സംഗമ ഗ്രാമമാധവൻ്റെ 2 കൃതികൾ എന്ന പേരിൽ NBT പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൻ്റെ രചയിതാവ് കൂടിയാണ്. മാധവൻ്റെ അപ്രകാശിതമായിരുന്ന ഒരു താളിയോല ഗ്രന്ഥം കണ്ടെടുത്ത് പ്രസിദ്ധീകരിച്ചു. മലയാളം എന്ന പരമ്പരാഗത വിഷയത്തിൽ നൈപുണ്യ വികസനം ചേർത്ത് BVOC മലയാളം ആൻഡ് മാനുസ്ക്രിപ്റ്റ് മാനേജ്മെൻറ്റ് എന്ന ഒരു തൊഴിലധിഷ്ഠിത കോഴ്സിന് രൂപം നൽകി. UGCയും കോഴിക്കോട് സർവകലാശാലയും അംഗീകരിച്ച ഈ പാഠ്യപദ്ധതി 2018 നിലവിൽ വന്നു. ലോകത്തിലെ തന്നെ ആദ്യത്തെ ആശയമായ സ്ക്രിപ്റ്റ് ഗാർഡൻ എന്ന എഴുത്തുദ്യാനം ഇരിങ്ങാലക്കുട സെൻറ് ജോസഫിൽ രൂപകൽപ്പന ചെയ്ത് നടപ്പിലാക്കി. മലയാളം പുസ്തകങ്ങൾക്ക് മാത്രമായി 2 നിലകളിലായി സംവിധാനം ചെയ്ത ബുക്ക് ടവർ എന്ന സ്പൈറൽ ലൈബ്രറി ക്യാമ്പസിൽ ആദ്യമായി അമർ ജവാൻ സ്മാരകം തുടങ്ങിയവ ലിറ്റി ചാക്കോയുടെ സംഭാവനകളാണ്. പൈതൃക സംരക്ഷണത്തിൽ തൽപരയായതുകൊണ്ട് തന്നെ പുരാരേഖ സംരക്ഷണത്തിനും ഗവേഷണങ്ങൾക്കുമായി കലാലയത്തിൽ ഒരു പ്രിസർവേഷൻ ലബോറട്ടറി സ്ഥാപിച്ചിട്ടുണ്ട്. ലക്ഷക്കണക്കിന് പുരാരേഖകൾ ഇവിടെ നിന്ന് സംരക്ഷിച്ച് നൽകിയിട്ടുണ്ട്. പ്രളയകാലത്ത് ഇവിടം ഈ മേഖലയിൽ ഒരു വലിയ ആശ്രയ കേന്ദ്രമായി പ്രവർത്തിച്ചു. പുരാരേഖ സംരക്ഷണത്തിലുള്ള ബ്രിട്ടീഷ് ലൈബ്രറിയുടെ ഒരു അന്തർദേശീയ പ്രോജക്റ്റും പൂർത്തിയാക്കിയിട്ടുണ്ട്. ചരിത്ര ഗവേഷക എന്ന നിലയിൽ നൽകിയിട്ടുള്ള സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ബഹുമുഖ പ്രതിഭകളുടെ പങ്കാളിത്തം കൊണ്ട് ധന്യമായ ഈ പുരസ്കാര വിതരണ പരിപാടിയുടെ അധ്യക്ഷൻ ഭാരത് സേവ സമാജിൻ്റെ ദേശീയ ചെയർമാൻ ഡോക്ടർ ബാലചന്ദ്ര സാർ, ഭാരത് സേവ സമാജിൻ്റെ മറ്റു പ്രവർത്തകർ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രവർത്തനം തുടങ്ങിവെച്ച ഭാരത് സേവ സമാജിൽ ഒട്ടേറെ നൂതനമായ ആശയങ്ങൾ രൂപീകരിക്കുകയും അവയൊക്കെ വിജയകരമായി നടപ്പിലാക്കുന്നതിന് നേതൃത്വപരമായി പങ്കുവഹിക്കുകയും ചെയ്യുന്ന നമ്മുടെ എല്ലാം അഭിമാനമായ ഭാരത് സേവ സമാജിൻ്റെ ദേശീയ ചെയർമാൻ മലയാളിയായ ഡോക്ടർ ബാലചന്ദ്ര സാറിനെ നമുക്കെല്ലാവർക്കും കൂടി എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് ഒരാദരവ് നൽകാം.
എന്നെ ഈ പരിപാടിക്ക് ആശംസ നേരാൻ ക്ഷണിച്ച ഭാരതസേവ സമാജിനോടുള്ള നന്ദിയും ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. നമ്മളൊക്കെ ഒട്ടേറെ വേദികളിൽ പുരസ്കാരങ്ങൾ സ്വീകരിച്ചിട്ടുള്ളവരാണ്. പക്ഷേ അവയിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് പ്രായപരിധിയോ പ്രൊഫൈലിൻ്റെ വലിപ്പച്ചെറുപ്പമോ പുരസ്കാരങ്ങളുടെ എണ്ണമോ ഒന്നും തന്നെ നോക്കാതെ തങ്ങളുടെ ചെറുതും വലുതുമായ എല്ലാ പ്രവർത്തനങ്ങളെയും ഭാരതത്തിൻ്റെ സംസ്കാരത്തിനും പുരോഗതിക്കുമാണത് കണ്ടറിഞ്ഞുകൊണ്ട് ഭാരതസേവ സമാജ ദേശീയ പുരസ്കാരം നൽകി ആദരിക്കുമ്പോൾ ഈ പുരസ്കാരം നിങ്ങളുടെ ആകെ വരുംകാല പ്രവർത്തനത്തിൽ മുതക്കുകൊട്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തത് ഡോക്ടർ സരുൺ കുമാറാണ്. അദ്ദേഹം ആൻറ്റി ഡ്രഗ് ആക്ടിവിസ്റ്റ് ആണ്. വേൾഡ് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ കമ്മീഷൻ നാഷണൽ വൈസ് പ്രസിഡന്റ് ആണ്. CGIC നാഷണൽ മെമ്പറാണ്. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഏറെ പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം. നിസ്വാർത്ഥ സേവനത്തിൻ്റെ മഹത്തായ മാതൃക എന്നാണ് ഞാൻ ശരിക്കും ഭാരത് സേവക് സമാജിൻ്റെ പുരസ്കാരത്തെയും അല്ലെങ്കിൽ പ്രവർത്തനങ്ങളെയും വിശേഷിപ്പിക്കുന്നത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ മേഖലകളിലെയും മികവുറ്റ സ്വന്തം കഠിനാധ്വാനത്തിലൂടെയും കർമ്മമേഖലയിലൂടെയും കടന്നു വന്ന നിരവധി പ്രമുഖ അല്ലെങ്കിൽ പ്രതിഭാശാലികളാണ് ഇന്ന് ഈ വേദിയിലിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അർഹമായ പുരസ്കാരം തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. പലരും BSS എന്ന് കേൾക്കുമ്പോൾ ഈ ഗൂഗിളിൽ BSS എന്ന് സെർച്ച് ചെയ്യും. ശരിക്കും BSS എന്ന് സെർച്ച് ചെയ്യുന്നതിന് പകരം ഭാരത് സേവക് സമാജ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്താണ് ഭാരത് സേവക് സമാജ് എന്നും അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നും ഏതെല്ലാം മേഖലകളിലാണ് ഭാരത് സേവക് സമാജിൻ്റെ പ്രവർത്തനങ്ങൾ സജീവമായിട്ടുള്ളതെന്ന് നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എനിക്കിന്ന് ഏറെ മാനസികമായിട്ടുള്ള ഒരു സ്നേഹം പ്രകടിപ്പിക്കാനുള്ള എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് വേണമെങ്കിൽ ഈ പരിപാടി മാറ്റിവെക്കാനുള്ള സാധ്യതകളുണ്ടായിരുന്നു. ഇന്ന് ഈ പരിപാടി മാറ്റിവെച്ച് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാനുള്ള സമയമുണ്ടായിരുന്നു. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഭാരത് സേവക് സമാജിൻ്റെ ദേശീയ അധ്യക്ഷൻ ബഹുമാനീയനായ BS ബാലചന്ദ്രൻ സാറിൻ്റെ മാതാവ് മരണപ്പെട്ടിട്ട് ഇന്ന് ചുരുങ്ങിയ ദിവസങ്ങളെ ആയിട്ടുള്ളൂ. ഇന്ന് നേരത്തെ തന്നെ സൂചിപ്പിക്കുകയുണ്ടായി, ഇന്ന് സഞ്ചയനം കഴിഞ്ഞ് അതിനുശേഷമുള്ള നിമിഷങ്ങളാണ് അദ്ദേഹം ഇവിടെ പങ്കെടുക്കാനായിട്ട് എത്തിയത്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം ഈ പ്രസ്ഥാനത്തിന് കൊടുക്കുന്ന എന്താ പറയുക, ഏറ്റവും മഹത്തരമായ സംഭാവന, അല്ലെങ്കിൽ ഒരുപക്ഷെ ആ മാതാവ് പോലും ഇന്ന് മൺമറഞ്ഞു പോയ ആ മാതാവ് പോലും ആ മകൻ്റെ ആ കർമ്മനിരതമായ പ്രവർത്തനങ്ങളെ അംഗീകരിക്കുന്നുണ്ട്, 100% അംഗീകരിക്കുന്നുണ്ടാവും. ആ മകൻ്റെ നല്ല പ്രവർത്തനങ്ങളെ ഇനിയും മുന്നോട്ട് സഞ്ചരിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാവും തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്നുമുള്ള ഏറ്റവും നല്ല മനോഹരമായ ഒരു നന്ദി അദ്ദേഹത്തിന് ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ അധികാര പരിമിതി ഉപയോഗിച്ച് അദ്ദേഹം ഒന്ന് പറയുകയാണ്, സംഘാടകരോട് പറയുകയാണ്, നിങ്ങൾ തീർച്ചയായിട്ടും ഒരാഴ്ച കൂടി കഴിഞ്ഞ് ഈ പരിപാടി നടത്തിയാൽ മതി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരാഴ്ച കൂടി കഴിഞ്ഞ് മാത്രമേ ഈ പരിപാടി നടക്കൂ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ, നിങ്ങളെ ക്ഷണിച്ചു വരുത്തി, നിങ്ങളെ ഇന്ന ദിവസം എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ വരുത്തിയതിന് അദ്ദേഹത്തോട് ഹൃദയംഗമായ നന്ദി ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി അർപ്പിക്കുന്നു. ഇനി ഒരു വാക്കുകൂടി പറഞ്ഞ് ഞാൻ അങ്ങ് ചുരുക്കുകയാണ്. 2 മിനിറ്റാണ് സിന്ധു ചേച്ചി സമയം പറഞ്ഞത്. അപ്പോൾ ഇതിന് മുന്നേയും 1-2 പരിപാടിക്ക് വിളിച്ചിട്ട് ചില സാങ്കേതിക പ്രശ്നങ്ങളാൽ വരാൻ കഴിഞ്ഞില്ല. അപ്പോൾ എൻ്റെ പേര് സരുൺ കുമാർ എന്നാണ്. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമൂട് സ്വദേശിയാണ്. എൻ്റെ നാട്ടുകാരും ഒരുപക്ഷെ എന്നെ നേരിട്ടറിയാവുന്നവരുമൊക്കെ ഒരുപാട് പേര് ഇവിടെ ഇരിപ്പുണ്ട്. ലഹരി വിരുദ്ധ പ്രവർത്തന മേഖലകളിലാണ് ഞാൻ സജീവമായി പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലങ്ങളായി ലഹരി വിരുദ്ധ പ്രവർത്തന രംഗത്ത് സജീവമായുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 7000-ഓളം വരുന്ന ലഹരിക്ക് അടിമപ്പെട്ട ആൺ പെൺ വ്യത്യാസമില്ലാതെ ലഹരിക്ക് അടിമപ്പെട്ടവരെ പൊതുജീവിതത്തിലേക്ക് നയിക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്.
തീർച്ചയായിട്ടും അത് ഞാൻ അഹങ്കാരത്തോടെ തന്നെ ആ ഒരു വാക്ക് ഞാൻ പറയും. അതുപോലെ തന്നെ ഇവിടെ ഓരോരുത്തരുടെയും പ്രൊഫൈൽ എടുത്ത് വായിക്കേണ്ട എത്ര മനോഹരമായിട്ടാണ് ചേച്ചി അത് വായിച്ചു പോയത് എന്ന് നിങ്ങൾ ആലോചിക്കണം. ഒരു മടുപ്പുമില്ലാതെ ഇത്രയും നേരം നിങ്ങൾക്ക് നിങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളെയും ചെറുത് മുതൽ വലുത് വരെയുള്ള ഓരോ പ്രവർത്തനങ്ങളെയും വളരെ സൂക്ഷ്മമായി എടുത്ത് പറഞ്ഞാണ് പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഈ അംഗീകാരം ലോകത്ത് കിട്ടാവുന്നതിൽ ഏറ്റവും മികച്ച അംഗീകാരമാണെന്ന് ഞാനും നിങ്ങളെപ്പോലെ തന്നെ ഈ സദസ്സിൽ വന്ന് ഒരിക്കൽ പുരസ്കാരം വാങ്ങിപ്പോയ ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടിയേക്കാവുന്ന അല്ലെങ്കിൽ ഇനി കിട്ടാനിരിക്കുന്നതിലും ഭംഗിയുള്ള ഏറ്റവും മനോഹരമായ ഒരു പുരസ്കാരം തന്നെയാണ് നിങ്ങൾക്ക് ഇന്ന് ഈ വേദിയിൽ ലഭിക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പം കാഞ്ഞങ്ങാടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെന്ന്, കാഞ്ഞങ്ങാട് നീലേശ്വരം ഒക്കെ പറയുന്നുണ്ടായി. ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത് നീലേശ്വരത്ത് നിന്നാണ്, കാലിച്ചാമരം, അവിടെ നിന്നാണ് ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ മുതൽ ഇനി അറ്റം വരെ മലപ്പുറം, വയനാട്, ഇടുക്കി, കാസർഗോഡ്, അങ്ങനെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത്രയും ക്ഷമയോടും അല്ലെങ്കിൽ വന്നതിന് നിങ്ങൾക്ക് ഒരിക്കലും തെറ്റിപ്പോയിട്ടില്ല. വന്ന സ്ഥലം എന്തായാലും ഏറ്റവും മഹത്തരമായിട്ടുള്ള നിങ്ങളുടെ ഏറ്റവും വലിയ വേദി തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും ഈ അവാർഡ് പുരസ്കാരം സ്വീകരിക്കുന്ന എല്ലാവർക്കും ഇത് നിങ്ങൾക്കൊരു പ്രചോദനമാകട്ടെ. ഒരിക്കൽ കൂടി ലഹരി വിരുദ്ധ പ്രവർത്തകനായതുകൊണ്ട് ഒരിക്കൽ കൂടി ഒരു കാര്യം കൂടി പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നു. സമയം തീരെ കുറവാണെന്നറിയാം. മറ്റൊന്നുമല്ല, 2025 പുതുവർഷം പിറന്ന ദിവസം മുതൽ ഈ നിമിഷം വരെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ലഹരി എന്ന് പറയുന്ന ലഹരിയുടെ കരാളഹസ്തങ്ങളിൽ പെട്ട് നിരവധി ജീവനുകൾ പൊലിഞ്ഞുപോയി. അപ്പോൾ തീർച്ചയായിട്ടും ലഹരിക്കെതിരെ കൂടി നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, ലഹരി നമ്മുടെ നാട്ടിലേക്ക് പടർന്ന് പന്തലിക്കുന്ന പോലീസിൻ്റെയോ എക്സൈസിൻ്റെയോ കയ്യിൽ നിൽക്കാതെ പോകുന്ന, നമ്മുടെ ഭരണ സംവിധാനങ്ങളുടെ കയ്യിൽ നിൽക്കാതെ പോകുന്ന ലഹരിയുടെ കരാളഹസ്തങ്ങളിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളും പെൺകുട്ടികളും ഉൾപ്പെടെ എല്ലാവരും വന്ന് വീഴുന്നുണ്ട്. അതിനെതിരായിട്ടുള്ള നിങ്ങളുടെ പോരാട്ടം നിങ്ങളും അതിൻ്റെ ഭാഗമായി മാറണമെന്ന് ഞാൻ വിനീതപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ മേഖലയിലേക്ക് കടന്നു വരാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പർ സിന്ധു ചേച്ചിയുടെ കയ്യിലുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെ അതിൻ്റെ ആ മേഖലയുടെ ഭാഗമാക്കി മാറ്റാൻ എനിക്കേറെ സന്തോഷമുണ്ട് എന്നറിയിച്ചുകൊണ്ട് ബാലേന്ദ്ര സാറിനും ഈ സംഘാടക സമിതിക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശ്രീമതി രശ്മി ആർ ഊറ്ററ, കവയത്രിയാണ്, ഡിവൈൻ ആർട്സ് സ്ഥാപക പ്രസിഡന്റ്, നീരജ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രസിഡന്റ്. നമസ്കാരം. 2 വർഷത്തിൽ കൂടുതലായി എനിക്ക് ഭാരത് സേവ സമാജിൻ്റെ പുരസ്കാരം വാങ്ങിയിട്ട് അതിനുശേഷം ഒട്ടേറെ പേർ എനിക്ക് അറിയാവുന്നവരും ഇവിടെ വന്ന് പുരസ്കാരം പല മേഖലയിൽ നിന്നും വാങ്ങിയിട്ടുണ്ട്. എല്ലാവരുടെയും നമ്മുടെ അർഹമായ അംഗീകാരത്തിന് ഒരു ദേശീയ പുരസ്കാരം കിട്ടുക അത് ഏറെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ നിന്ന് നേടിയിട്ട് പോകുന്ന ഓരോ വ്യക്തിത്വങ്ങളും നമുക്ക് വേണ്ടപ്പെട്ട അത്രയും കഴിവുള്ളവരെ വീണ്ടും ഇവിടേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് അവർക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു സന്തോഷമാണ്. ഞാനും എൻ്റെ ഒരു ചെറിയൊരു സംഭവം പറയാം. കാരണം ജീവകാരുണ്യ മേഖലയിലാണ് ഞാൻ കൂടുതലായിട്ടും ഞാനും എൻ്റെ ഒരു കൂട്ടുകാരിയും പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അനുഭവം പറയട്ടെ. ഞങ്ങൾ അവിടെ വെച്ച് കണ്ടെത്തിയ ഒരു ചേച്ചി 6 പെൺമക്കളുള്ളത് കൊണ്ട് അവർക്ക് അവരുടെ അച്ഛനും അമ്മയും 6ാമത്തെ മകളായി അവർക്ക് പോളിയോ എടുത്തില്ല. അപ്പോൾ ഈ ചേച്ചി ഇടഞ്ഞാണ് ജീവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പോകുമ്പോഴും ഒരു ദിവസം ഞാൻ ആ ചേച്ചിയെ ജീവകാരുണ്യ പ്രവർത്തനമായി ഞാനും ദിവ്യം കണ്ടെത്തുമ്പോൾ അവർ പറഞ്ഞ ഒരു വാചകമുണ്ട്. ഇത്രയും വിഷമിക്കുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല മോളെ, എനിക്ക് അടുത്ത ഒരു വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടി 2 നേരം ആഹാരം കൊണ്ട് തരും. അതുപോലെ ഞാൻ ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഞാൻ ക്രച്ചസിൻ്റെ സഹായത്തോടെ എണീറ്റ് നിൽക്കും. എനിക്ക് പള്ളിയിലൊന്നും പോകാൻ പറ്റില്ല, എന്നാലും ഞാൻ ഈശ്വരന് വീട്ടിൽ ഇരുന്ന് നന്ദി പറയാറുണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെയെങ്കിലും സഞ്ചരിക്കാൻ പറ്റിയല്ലോ, എനിക്ക് 2 നേരം ആഹാരം തരുന്നുണ്ടല്ലോ, നിങ്ങളെപ്പോലെയുള്ളവർ വന്ന് കാണുന്നുണ്ടല്ലോ. അപ്പം നമ്മുടെ ആ പോളിയോ എടുക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ അച്ഛനമ്മമാരെയോ ആരെയും കുറ്റപ്പെടുത്താതെ ഇടയ്ക്ക് ഒരു നെയ്ത്തിന് നൂല് നോക്കുക എന്നുള്ള അത് മാത്രമാണ് ആ ചേച്ചിക്ക് ചെയ്യാൻ പറ്റുന്ന ജോലി. അപ്പോൾ അത് ചെയ്ത് ചിലപ്പോൾ അത് താര് ചുറ്റിക്കൊടുത്ത് കിട്ടുന്ന പൈസയും അവർ എടുക്കുന്നുണ്ട് മരുന്നിനായൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള അത്രയും പാവപ്പെട്ട മനുഷ്യർ നമുക്ക് ചുറ്റിനുമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ മിച്ചം പിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള മനുഷ്യരെ സഹായിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് പറയുന്നതിനോടൊപ്പം നമ്മുടെ ഓരോ പ്രവൃത്തിയിലും നന്മയുള്ള ചെറിയ ഇതുപോലെയുള്ള മനുഷ്യർക്കായി മാറ്റി വയ്ക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
അടുത്തതായി ഉപഹാര സമർപ്പണമാണ്. അത് നൽകുന്നതിനും നിങ്ങളോട് സമ്മതിക്കുന്നതിനുമായി VS ബാലേന്ദ്ര സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാന്യരെ, ഏറെ സന്തോഷത്തോടുകൂടിയാണ് പരസ്യ സമാജത്തിൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ള പ്രവർത്തനങ്ങളുടെ ഒന്നായ ഈ ഭാരത് സേവക് ബഹുമതി നൽകി ആദരിക്കുന്നവരുടെ സമ്മേളനം സംഘടിപ്പിക്കുക. ഇവിടെ മാത്രമല്ല, രാജ്യത്തിൻ്റെ പല ഭാഗത്തും ഇത്തരം സമ്മേളനങ്ങൾ നടത്തിയ ആളുകളെ ആദരിക്കാറുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ റിപ്പബ്ലിക്കിൻ്റെ 75-ാം വർഷമാണിത്. സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാം വർഷകാലം നാം ആഘോഷിക്കുമ്പോൾ, സ്വാതന്ത്ര്യത്തിൻ്റെ അമൃത മഹോത്സവം ആഘോഷിക്കുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിയും പാർലമെൻറ്റും നമ്മുടെ രാജ്യത്തെ നേതാക്കളും സംസാരിക്കുന്ന ഒരു പ്രധാന കാര്യം നമ്മുടെ രാജ്യം മുന്നോട്ട് പോവുകയാണ്, ലോകത്തിൻ്റെ മുന്നിലേക്ക് നാം അതിവേഗം ചുവടുവെക്കുകയാണ് എന്നാണ്. ഇപ്പോൾ ലോകം മുന്നേറുന്നു, അതിനോടൊപ്പം ഭാരതവും മുന്നേറുന്നു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഓരോ ഭാരതീയർക്കും ഉണ്ടാകുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഈ ഭാരതം ഇങ്ങനെ മുന്നേറുമ്പോൾ ആ മുന്നേറുന്നതിന് കാരണം ഭരണാധികാരികളോ കുറച്ച് രാഷ്ട്രീയ നേതാക്കളോ മാത്രമല്ല എന്ന് നമുക്കറിയാം. രാജ്യത്തെ അനേക ലക്ഷം കോടി കണക്കിന് ആളുകളുടെ അത്യധ്വാനം ഇക്കാര്യത്തിലുണ്ട്. ചെറുതും വലുതുമായ അധ്വാനം ഒരു സമൂഹം രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ ഭാരത സംസ്കാരം, ഭാരതീയത, ഭാരതത്തെ മുന്നോട്ട് നീക്കുവാനുള്ള അടിസ്ഥാന പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നതിൽ ഓരോരുത്തരും വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. അത്തരം മഹത്തുക്കളായ വ്യക്തികളുടെ സേവനവും പങ്കാളിത്തവും തിരിച്ചറിയുവാനും അവരെ ആദരിക്കുവാനും ഭാരത് സേവക് സമാജ് തീരുമാനിച്ചു. ഭാരത് സേവക് ബഹുമതി നൽകി ആദരിക്കുവാൻ തീരുമാനിച്ചു. ഈ വ്യക്തികൾ ഓരോരുത്തരും അത് കഥയിലായാലും കവിതയിലായാലും സാംസ്കാരിക പ്രവർത്തനങ്ങളിലായാലും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായാലും സാങ്കേതിക അറിവിൻ്റെ കൈമാറ്റം ചെയ്യലായാലും ഏത് മേഖലയിലായാലുമുള്ള ധാരാളമായ പ്രവർത്തനങ്ങൾ നടത്തിയത് കൊണ്ടാണ് ഇന്ന് കാണുന്ന സമൂഹം, ഭാരതം ഈ വിധത്തിലായി മാറിയത്. നമുക്ക് തോന്നും ഒരു കവിത എഴുതിയതുകൊണ്ട് എന്താണ് സമൂഹത്തിന് ഗുണമെന്ന്. ആ കവിതയിലൂടെ ഒരാളെങ്കിലും പ്രചോദിപ്പിക്കപ്പെട്ടാൽ, അല്ലെങ്കിൽ എഴുതുന്ന ആളിനെങ്കിലും ഒരു മോട്ടിവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ അത് ഭാരതത്തിൻ്റെ സംസ്കാരത്തെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ ഒരു കൈ ഇടപെടലാണ്. എത്രയെത്ര മഹത്തുക്കളായ വ്യക്തികളാണ് നമ്മുടെ ഭാരതത്തെ വളർത്തിയെടുക്കുവാൻ വേണ്ടി അത്യധ്വാനം ചെയ്തത്. ബഹുമാന്യനായ മുൻ മിസോറാം ഗവർണർ ശ്രീ കുമ്മനം രാജശേഖരൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. യാദൃച്ഛയായിട്ടാണ് ബഹുമാനായ ശ്രീ കുമ്മനം ഇവിടെ എത്തിച്ചേർന്നത്. അദ്ദേഹത്തെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അത്തരത്തിൽ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തികൾ, ഭാരത് സേവക്കുകൾ, ഭാരതത്തെ കെട്ടിപ്പടുക്കുവാൻ വേണ്ടി തങ്ങളുടെ ജീവിതം സമർപ്പിക്കപ്പെട്ട മഹത് വ്യക്തികൾ, അവർ ആദരിക്കപ്പെടണമെന്നുള്ള ദേശീയമായ ഭാരത് സേവക് സമാജത്തിൻ്റെ തീരുമാനമാണ്
വിവിധ രംഗങ്ങളിലെ വ്യക്തികളെ കണ്ടെത്തി ഈ ദേശീയ ബഹുമതി നൽകുവാൻ തീരുമാനിച്ചത്, ഭാരത് സേവക് ഉപഹാരം നൽകുവാൻ തീരുമാനിച്ചത്. നിങ്ങൾ നോക്കൂ, ഇന്നിവിടെ വന്ന വ്യക്തികളെ തന്നെ ആരൊക്കെയാണ്? ഞാൻ ആ സുജാത ടീച്ചർ അത്ഭുതത്തോടു കൂടിയല്ലേ നമുക്ക് കാണാൻ കഴിയൂ, കേൾക്കാൻ കഴിയൂ. ജീവിതത്തിൽ പ്രതിസന്ധികളിലൂടെ കടന്നു വന്ന ഒരു ബീഡി തൊഴിലാളിയായി ജീവിതം ആരംഭിച്ച്, ബീഡി തൊഴിലാളിയുടെ കുഞ്ഞായി ജനിച്ച് ബീഡി തൊഴിലാളിയായി ജീവിതം ആരംഭിച്ച് പഠിച്ച് ഹൈസ്കൂൾ അധ്യാപികയായി പിൽക്കാലത്ത് നഗരസഭയുടെ ചെയർപേഴ്സണായി മാറിയ സുജാത ടീച്ചർ എന്തൊരു ഇൻസ്പയറിംഗ് പേഴ്സണാലിറ്റിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് ഓരോരുത്തർക്കും തന്നെ പ്രചോദനം നൽകുന്ന മഹത്തായ ഒരു പശ്ചാത്തലമല്ലേ ഇവിടെ അവതരിപ്പിക്കപ്പെട്ടത്. ശ്രീ വി ആർ ഗോപിനാഥ് സിനിമാ രംഗത്ത് എത്രയെത്ര പുരസ്കാരങ്ങൾ നേടിയ ആളാണ്. എത്ര ഡോക്യുമെൻ്ററികളാണ് ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ നേടിയ വ്യക്തിയാണ് വി ആർ ഗോപിനാഥ്. അദ്ദേഹം ഇവിടെ കേരള സംസ്ഥാന ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ മാനേജിംഗ് ഡയറക്ടറായിരുന്ന ആളാണ്. എത്ര ജൂറികളിൽ അംഗമായിരുന്ന ആളാണ്. അദ്ദേഹം നമ്മുടെ ഈ ഭാരത് സേവക് ബഹുമതി വാങ്ങുവാൻ അദ്ദേഹം പങ്കെടുക്കണമെന്ന് ആഗ്രഹിച്ചപ്പോൾ അദ്ദേഹം ഇവിടെ വരികയും നമ്മളോട് സഹകരിക്കുകയും ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതുപോലെ എത്ര മഹത് വ്യക്തികളാണ് ഇവിടെ ഇരിക്കുന്നത്. ഓരോരുത്തരെ കുറിച്ചും പറയണമെങ്കിൽ ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട്. ഇത്തരം മഹത് വ്യക്തികളുടെ സാന്നിധ്യം, പല രംഗങ്ങളിലുള്ള പ്രമുഖരായ വ്യക്തികളുടെ ഒരു കൂട്ടായ്മ മറ്റൊരു രംഗത്തും കാണാൻ കഴിയില്ല. BSSൻ്റെ ഈ ആദരവ് സംഘടിപ്പിക്കുന്ന ചടങ്ങിലല്ലാതെ. ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന നിങ്ങളേവരെയും ഭാരതീയ സമാജത്തിൻ്റെ പേരിൽ ഞാൻ ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുകയാണ്. ഭാരതീയ സമാജത്തിൻ്റെ ആദ്യകാല പ്രവർത്തകരിൽ ഒരാളാണ് ബഹുമാനായ മിസോറാം മുൻ ഗവർണർ ശ്രീ കുമ്മനം രാജശേഖരൻ. ഞാൻ ഈ ഭാരതീയ സമാജത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഭാരതീയ സമാജത്തിൻ്റെ സംഘാടകനും പ്രവർത്തകനുമായിരുന്നു കോട്ടയത്ത്. അദ്ദേഹം പലപ്പോഴും ഈ ഓഫീസ് സന്ദർശിക്കാമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ യാദൃച്ഛിക എൻ്റെ അമ്മയുടെ ദേഹവിയോഗ വാർത്ത അറിഞ്ഞുകൊണ്ട് എന്നോട് സംസാരിക്കുവാൻ വിളിച്ചപ്പോൾ ഞാൻ ഇവിടെ ഉണ്ട് എന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം ഇങ്ങോട്ട് വരികയാണ് ചെയ്തത്. എന്തായാലും അദ്ദേഹം ഇവിടെ വന്നത് നമ്മുടെ ഒരു ഭാഗ്യമാണ്. ഒരു ദേശീയവാദി, ദേശീയ വികസനത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു വ്യക്തിത്വം എന്ന നിലയിൽ ബഹുമാന്യ ശ്രീ കുമ്മനം രാജശേഖരൻ നമ്മുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് നമ്മോട് രണ്ട് വാക്ക് സംസാരിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഞാൻ ഈ സമ്മേളനത്തിൽ കൂടുതൽ ദീർഘമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം നമ്മോട് സംസാരിച്ചതിന് ശേഷം ഉപഹാരം നൽകാം. ബഹുമാനപ്പെട്ട ശ്രീ കുമ്മനം രാജശേഖരൻ. ബഹുമാനപ്പെട്ട ബാലേന്ദ്രൻ സാർ, ഇവിടെ സന്നിധരായിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, ഗുരുജനങ്ങളെ, എല്ലാവർക്കും വളരെ വിനീതമായ നമസ്കാരം. യാദർച്ഛികമായിട്ടാണെങ്കിലും മഹത്തരമായ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു എന്ന ഒരു അഭിമാനം തീർച്ചയായിട്ടും ഇവിടെ എത്തിയപ്പോഴുണ്ട്. വിവിധ രംഗങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച പ്രഗത്ഭമതികളായ, ഓരോ രംഗങ്ങളിലും തങ്ങളുടെ കഴിവ് തെളിയിച്ച് അവിടെയെല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ച എല്ലാ പ്രതിഭകളെയും ആദരിക്കുക എന്ന് പറയുന്നത് തീർച്ചയായും അങ്ങനെ ഒരു ചടങ്ങ് വലിയൊരു മഹത്തരമായ ഒരു സന്ദർഭം തന്നെയാണ്, അവസരമാണ്. അതിൽ നിങ്ങളോടൊപ്പം പങ്കുചേരാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. നമ്മുടെ നാട്ടിൽ എത്രയോ രംഗങ്ങളിൽ കഴിവുറ്റവരുണ്ട്. പ്രോത്സാഹനം കിട്ടാതെ, വെളിച്ചം കാണാതെ കൂമ്പടഞ്ഞു പോകുന്ന പ്രതിഭകൾ ധാരാളമുണ്ട്. ഓരോ ഗ്രാമപ്രദേശങ്ങളിലും ചെല്ലുമ്പോൾ നല്ല ചിത്രകാരന്മാർ, ഗായകർ, സാഹിത്യരചന നടത്തുന്നവർ, ജനമനസ്സുകളെ സ്വാധീനിക്കാൻ കഴിയും വിധം സർഗവൈഭവം പ്രകടിപ്പിക്കുന്നവർ, ഇങ്ങനെ പലരും ആരാരും അറിയപ്പെടാതെ കുപ്പത്തൊട്ടിയിലെ മാണിക്യം പോലെ അവരിങ്ങനെ കഴിയുന്നത് നമ്മൾ കാണാറുണ്ട്. അവരെ തേടി ഒരുപക്ഷെ അവാർഡുകൾ വരാറില്ല,
അവർക്ക് വേണ്ട പ്രോത്സാഹനം കൊടുക്കാൻ ഒരുപക്ഷെ അധികൃതർക്ക് സാധിച്ചൊന്നും വരില്ല. കാരണം അവർ അംഗീകാരം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. സ്വന്തം കഴിവുകൾ വികസിപ്പിക്കാൻ അവസരം കിട്ടാതെ പലപ്പോഴും ജീവിതമാർഗം തേടി മറ്റ് പല രംഗങ്ങളിലേക്കും വഴിതിരിഞ്ഞു പോകുന്നവർ നമ്മുടെ ഇടയിലുണ്ട്. ഒരു നാട് നിലനിൽക്കുന്നത് ആ നാട്ടിലെ ജനങ്ങളുടെ സർഗവൈഭവത്തിൻ്റെ മേന്മ കൊണ്ടാണ്. അവർ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ്. നാട് ഭൗതികമായി എത്രയൊക്കെ നേട്ടം കൈവരിച്ചാലും അതോടൊപ്പം തന്നെ സ്വന്തം കഴിവുകൾ വികസിപ്പിച്ചെടുത്ത് നാടിൻ്റെ പേരും പെരുമയും വർദ്ധിപ്പിക്കാൻ കഴിയും വിധം വളർന്നു വരാൻ കഴിയുന്ന ഉജ്ജ്വല വ്യക്തിത്വങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അവരെ കണ്ടെത്തി, അവരെ പ്രോത്സാഹിപ്പിച്ച്, അവർക്ക് അവസരങ്ങൾ നൽകി, അവരെയൊക്കെ വേണ്ട പ്രചോദനവും പ്രേരണയും നൽകി അവരെയെല്ലാം കഴിവുറ്റവരാക്കുകയും അതോടൊപ്പം തന്നെ അംഗീകാരം നൽകി അവരെ ആദരിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ഭാരത് സേവക് സമാജം ഈയൊരു ദൃഷ്ടിയിൽ ഇങ്ങനെയൊരു ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ചു എന്ന് കാണുന്നതിൽ വളരെയേറെ സന്തോഷമാണ്. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് കോട്ടയത്ത് CMS കോളേജിൽ പഠിക്കുമ്പോൾ അന്ന് ഭാരത് സേവക് സമാജത്തിൻ്റെ ചുമതല വഹിച്ചിരുന്ന ശ്രീ മേജർ KC ചാക്കോ സാർ എൻ്റെ കോളേജിലെ ഒരു അധ്യാപകനും കൂടിയായിരുന്നു. NCCയുടെയും മറ്റുമൊക്കെ ചുമതല വഹിച്ചിരുന്ന അദ്ദേഹം ഭാരത് സേവക് സമാജത്തിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. ഞങ്ങൾ പല ഗ്രാമങ്ങളിലും സ്കൂളുകളിൽ ചെന്ന് പാലും ബ്രെഡും കൊടുക്കുമായിരുന്നു. അതിനുവേണ്ടി അദ്ദേഹം മുൻകൈയെടുത്ത് എനിക്ക് ഏതാണ്ട് 15ഓളം സ്കൂളുകളുടെ ചുമതല നൽകിയിരുന്നു. ഞാനങ്ങനെ ഈ പ്രവർത്തനങ്ങൾ പലതും കോട്ടയം കേന്ദ്രീകരിച്ച് നടത്തിയത് ഇപ്പോഴും ഓർക്കുകയാണ്. അങ്ങനെയാണ് BSSുമായി അടുത്ത് ഇടപഴകാനും പരിചയപ്പെടാനും അതിൻ്റെ ഒരു സാധാരണ പ്രവർത്തകനായി പല ഗ്രാമങ്ങളിൽ സഞ്ചരിക്കാനും ഒക്കെ സാധിച്ചു. ഒരുപക്ഷെ പൊതുപ്രവർത്തന ജീവിതത്തിൽ അനുഭവങ്ങൾ ആദ്യമായി ലഭിക്കുന്നത് അത് BSSലൂടെയാണ്. പലരുടെ അടുക്കലും പോകുമ്പോൾ ഓരോ ഗ്രാമങ്ങളിലെയും ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ കാണുമ്പോൾ അത് പരിഹരിക്കാൻ വേണ്ട വിധത്തിൽ എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കണം എന്ന ഒരു ദാഹം, ഒരു തൃഷ്ണ മനസ്സിൽ ഉണ്ടാക്കിയെടുത്തത് BSSൻ്റെ പ്രവർത്തനത്തിലൂടെയാണ്. ചാക്കോ സാർ അക്കാര്യത്തിൽ ഞങ്ങളെ കുറേ യുവാക്കളെ ഈ കാര്യത്തിന് വേണ്ടി നിയോഗിക്കുകയും ഞങ്ങളെ വളർത്തിക്കൊണ്ടുവരണം എന്നുള്ള മനഃപൂർവ്വമായ ഉദ്ദേശം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതും BSSുമായി അടുക്കാൻ, അടുത്ത് ഇടപഴകി പ്രവർത്തിക്കാൻ അത് കാരണമായി. ഏതായിരുന്നാലും ഇവിടെ ഒരുപക്ഷെ ആ സംഘടനയുമായുള്ള ഒരു ഹൃദയബന്ധം കൊണ്ടായിരിക്കാം ഇന്നിവിടെ ഇങ്ങനെ എത്തിച്ചേർന്നു. ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട് BSSൻ്റെ പ്രവർത്തനങ്ങൾ ആയി ഒന്ന് ബന്ധപ്പെടണം, അതിൻ്റെ ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണം. പക്ഷെ ഞാൻ പോയ വഴിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന രംഗങ്ങളിൽ തിരക്ക് പിടിച്ച ബാഹുല്യം കൊണ്ട്, പ്രവർത്തനങ്ങളുടെ അതുപോലെ പരിപാടികളുടെയൊക്കെ ബാഹുല്യം കൊണ്ട് എനിക്കിവിടെ വരാൻ ഇപ്പോഴാണ് സാധിച്ചത്. അതേസമയം ബാലേന്ദ്ര സാറിൻ്റെ മിക്ക പരിപാടികളിൽ ഞങ്ങൾ കണ്ടുമുട്ടാറും കാര്യങ്ങളൊക്കെ തിരക്കാറും BSSൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചൊക്കെ അന്വേഷിക്കാറും ഒക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഉള്ള ഒരു സുഹൃത്ത് ബന്ധം അത് വളരെ നാളുകളായിട്ടുണ്ടെങ്കിലും അത് BSSുമായിട്ടുള്ള ബന്ധമാക്കി മാറ്റിയെടുക്കാൻ സാധിച്ചത് വാസ്തവത്തിൽ ഇപ്പോഴാണ്. ഏതായിരുന്നാലും ഇവിടെ വരാൻ, നിങ്ങളെല്ലാം കാണാൻ, നിങ്ങൾക്കെല്ലാം അഭിവാദനങ്ങൾ അർപ്പിക്കാൻ, അതോടൊപ്പം തന്നെ അഭിനന്ദനത്തിൻ്റെ പൂച്ചെണ്ടുകൾ സമർപ്പിക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ളത് ഞാൻ വളരെ നന്ദിയോടെ ഓർക്കുന്നു. ഏതായിരുന്നാലും ഈ രംഗങ്ങളിൽ നിങ്ങൾ കാണിക്കുന്ന ഈ കഴിവ് നമ്മുടെ സമൂഹത്തിന് ഗുണം ചെയ്യട്ടെ. ഒരു വലിയ സമഗ്രമായ സാമൂഹ്യ പരിവർത്തനത്തിന്, സാമൂഹ്യ പുരോഗതിക്ക്, രാഷ്ട്രത്തിൻ്റെ പുരോഗതിക്ക് ഇട നൽകട്ടെ. ഏതായിരുന്നാലും ഭാരത് സേവക് സമാജം നമ്മുടെ നാടിനെ സ്നേഹിക്കാൻ, സേവിക്കാൻ, നമ്മുടെ നാടിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പ്രേരണയും പ്രചോദനവും നൽകുന്ന ഒരു പ്രസ്ഥാനമെന്നുള്ള നിലയ്ക്ക് നമ്മുടെ എല്ലാ ഹൃദയത്തിൽ നമ്മുടെ നാടിനെക്കുറിച്ചുള്ള ചിന്തയാവട്ടെ. നമ്മുടെ ഭാരതം നേഷൻ ഫസ്റ്റ്
നമ്മുടെ പ്രധാനമന്ത്രി എപ്പോഴും പറയുന്നതാണ്. ബാക്കിയൊക്കെ നെക്സ്റ്റാണ്. നേഷൻ ഫസ്റ്റ്, നമ്മുടെ രാഷ്ട്രമാണ് ഫസ്റ്റ്. നമ്മുടെ നാടില്ലെങ്കിൽ നമ്മളില്ല. നമ്മളിവിടെ നിൽക്കുന്നതും സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും ചിന്തിക്കുന്നതും ശബ്ദിക്കുന്നതുമെല്ലാം ഇവിടെ ഒരു നാടുള്ളത് കൊണ്ടാണ്, ഭാരതം എന്ന് പറയുന്ന ഒരു രാഷ്ട്രമുള്ളത് കൊണ്ടാണ്. ആ രാഷ്ട്രത്തിന് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ, എന്ത് കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഏറ്റുവാങ്ങി സ്വന്തം നാടിനെ അമ്മയായി കരുതി ആ അമ്മയുടെ മാനം കാക്കാൻ എന്ത് കഷ്ടനഷ്ടങ്ങൾ സഹിക്കാനും തയ്യാറുള്ള വീറുറ്റ പൗരന്മാരായി ഈ നാടിൻ്റെ മണ്ണിൻ്റെ മക്കളായി നമുക്ക് വളരാം, വികസിക്കാം. അങ്ങനെ ഈ നാടിനെ നമുക്ക് രക്ഷപ്പെടുത്താം. ഓരോ രംഗങ്ങളിലുള്ള നിങ്ങളുടെ കഴിവുകളെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ജനങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി വിനിയോഗിക്കാൻ ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തായി പുരസ്കാര സമർപ്പണമാണ്. ആദ്യമായി ശ്രീ VR ഗോപിനാഥ്. ശ്രീമതി സുജാത ടീച്ചർ. ശ്രീ ഉസ്മാൻ മൗലവി പി. ശ്രീ ഷാനവാസ് പാദൂർ. ശ്രീ അനിൽ പൊറ്റക്കാട്ട്. ശ്രീ AK പീതാംബരൻ. ശ്രീ ശശിധരൻ മനേക്കര. ശ്രീ TT ജോയ്. ശ്രീ ശിവരാമൻ പാട്ടത്തിൽ. ശ്രീ ഫുക്കാർ അലി CA. ഡോക്ടർ VT മനോജ് നമ്പൂതിരി. ശ്രീ വിജയകുമാർ മുല്ലേരി. ശ്രീ സുദർശനൻ കലാഭവൻ. ശ്രീ MK കബീർ സാഹിബ്. അഡ്വക്കേറ്റ് K സുരേഷ് കുമാർ പുറത്തിക്കാട്. ശ്രീ രാമചന്ദ്രൻ മുല്ലശ്ശേരി. ശ്രീ മുരളി കോട്ടപ്പുറം. ശ്രീമതി ലിറ്റി ചാക്കോ. ശ്രീമതി ജാനമ്മ കുഞ്ഞുണ്ണി. ശ്രീ മിലൻ KS. ഡോക്ടർ ഷിഗിൻ നാഥ്. അഡ്വക്കേറ്റ് ദീപ്തി VR. മിസ് അഭിരാമി അജയകുമാർ.
കുമാരി പാർവണ അരുൺ, ശ്രീ ബിജു മാധവൻ, ശ്രീ മണികണ്ഠൻ എം, ശ്രീ അനിൽ വെട്ടിക്കാട്ടിരി, ശ്രീ കെ എസ് സേതുനാഥ്, ശ്രീ ശിവകുമാർ ആർ, ശ്രീ സി ജി രാജൻ കെട്ടിടത്തിൽ, ശ്രീ സൂരജ് കടവിൽ, ശ്രീ നബിൽ, ശ്രീ കെ അശോകൻ, ശ്രീമതി പ്രേമലത കെ പി, ശ്രീ സൂരജ് സത്യൻ, ശ്രീമതി ബിന്ദു ജി പിള്ള, ശ്രീ ദീപേഷ് ബാഹുലേയൻ, ശ്രീമതി സഫീല തെന്നൂർ, ശ്രീ സുഭാഷ് ആർ കൃഷ്ണ, നാട്യശ്രീ ജയശ്രീ ദേവി കലാക്ഷേത്ര, തടിയൂർ കൈലേഷ് കുമാർ, ശ്രീ സോണി എബ്രഹാം, ശ്രീമതി സോണി എബ്രഹാം, ശ്രീമതി ഗീത കൃഷ്ണ, ശ്രീ ഹരീഷ് തോൽപ്പെട്ടി, ഇതോടുകൂടി പുരസ്കാര സമർപ്പണം അവസാനിച്ചു. ചടങ്ങിന് നന്ദി പറയുന്നതിനായി ഭാരത് സേവക് സമാജിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീ ടി പി വിനോദിനെ ക്ഷണിക്കുന്നു. ആദരണീയനായ ഭാരത് സേവക് സമാജിൻ്റെ ദേശീയ ചെയർമാൻ ഡോക്ടർ പി എസ് ബാലചന്ദ്രൻ അവർകൾ, മുൻ മിസോറാം ഗവർണർ ബഹുമാന്യനായ ശ്രീ കുമ്മനം രാജശേഖരൻ അവർകൾ, ഭാരത് സേവക് സമാജിൻ്റെ ദേശീയ സെക്രട്ടറി ശ്രീമതി ജയ ശ്രീകുമാർ, ഭാരത് സേവക് സമാജിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടർ ശ്രീമതി മഞ്ജു ശ്രീകണ്ഠൻ, ഭാരത് സേവക് സമാജിൻ്റെ അഭിമാനമായ ഭാരത് സേവക് പുരസ്കാരം സ്വീകരിക്കുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മഹത് വ്യക്തിത്വങ്ങളെ, ഭാരത് സേവക് ടീം അംഗങ്ങളെ, സുഹൃത്തുക്കളെ, ഡോക്ടർ ബി എസ് ബാലചന്ദ്രൻ അവർകളുടെ നേതൃത്വത്തിലുള്ള ന്യൂഡൽഹിയിലെ സെൻട്രൽ ഭാരത് സേവക് സമാജ് സ്വതന്ത്രാനന്തര ഭാരതത്തിൽ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയും നവഭാരത ശില്പിയുമായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ദേശീയ വികസനത്തിന് ആക്കം കൂട്ടുവാനും മാനവ വിഭവശേഷി സമാഹരിച്ചുകൊണ്ട് രാഷ്ട്ര പുനർനിർമ്മാണ പ്രക്രിയകൾക്കും ജനപങ്കാളിത്വം ഉറപ്പുവരുത്തുന്നതിനും വേണ്ടി രാഷ്ട്രത്തിന് സമർപ്പിച്ച രാഷ്ട്രീയേതരവും മതപരമായോ വർഗ വ്യത്യാസങ്ങളോ അസമത്വങ്ങളും ഇല്ലാതെ രാജ്യത്തിൻ്റെ അഖണ്ഡതയും ഐക്യവും എക്കാലവും നിലനിർത്തുവാൻ ഉദ്ദേശിച്ചുകൊണ്ട് രാജ്യത്തിന് സമർപ്പിക്കപ്പെട്ട ഈ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ മികവ് ഇന്ന് പാർശ്വവൽക്കരിക്കപ്പെട്ടു പോകുന്ന ഒരു വലിയ ജനവിഭാഗത്തെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ വിദ്യാഭ്യാസപരമായും സാമൂഹ്യപരമായും ഉന്നതിയിലേക്ക് എത്തിക്കുവാൻ കഴിഞ്ഞു എന്നത് ഭാരത് സേവക് സമാജ് അഭിമാനിക്കുമ്പോൾ, അതിന് പങ്കാളിത്വം വഹിച്ച ഈ രാജ്യത്തെ സാമൂഹിക സേവന രംഗത്തും
സാർവത്രികമായ വികസന രംഗങ്ങളിലും പ്രവർത്തിക്കുന്ന രാജ്യസ്നേഹികളും ആത്മാർപ്പണബോധമുള്ള വ്യക്തിത്വങ്ങളും വ്യക്തിത്വങ്ങളെയും ദേശീയ തലത്തിൽ ആദരിക്കുവാൻ ഭാരത് സേവക് സമാജിൻ്റെ ദേശീയ ചെയർമാൻ്റെ തീരുമാനങ്ങളെ നടപ്പിലാക്കി വരുത്തുന്നതും കേരളത്തിലും മറ്റു സംസ്ഥാനങ്ങളിലും BSSൻ്റെ ദേശീയ പുരസ്കാരം നൽകി വരുന്നതിനോടൊപ്പം ഇന്ന് BSSൻ്റെ സെൻട്രൽ പ്രോഗ്രാം ഓഫീസിലെ സദ്ഭാവന ഭവനിൽ നടന്ന BSSൻ്റെ അഭിമാനമായ ഈ ചടങ്ങിന് നന്ദി പറഞ്ഞുകൊള്ളട്ടെ. ഭാരത് സേവക് സമാജിൻ്റെ ദേശീയ ചെയർമാൻ ഡോക്ടർ BS ബാലചന്ദ്രൻ അവരുടെ മാതാവിൻ്റെ ദേഹവിയോഗം കഴിഞ്ഞിട്ട് ഇന്ന് 5 ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അദ്ദേഹം ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനും ഈ പുരസ്കാരം വിതരണത്തിന് ഇവിടെ എത്തിച്ചേർന്നതും വളരെ മഹനീയമായ ഒരു സന്ദർഭമാണ്. അദ്ദേഹത്തിന് ഭാരത് സേവക് സമാജിൻ്റെ പേരിലും ഈ പ്രോഗ്രാമിൻ്റെ കൺവീനർ എന്ന നിലയ്ക്കും ഞാൻ ഹൃദ്യമായി നന്ദി രേഖപ്പെടുത്തുന്നു. മിസോറാം മുൻ ഗവർണർ ശ്രീ കുമ്മനം രാജശേഖരൻ അവർ ഇവിടെ എത്തിച്ചേർന്നു. അദ്ദേഹത്തിന് ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുവാൻ കഴിഞ്ഞു. അദ്ദേഹത്തിന് ഭാരത് സേവക് സമാജിൻ്റെ പേരിൽ ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഭാരത് സേവക് സമാജിൻ്റെ ദേശീയ സെക്രട്ടറി ശ്രീമതി ജയ ശ്രീകുമാർ, ഭാരത് സേവക് സമാജിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടർ ശ്രീമതി മഞ്ജു ശ്രീകണ്ഠൻ, ഭാരത് സേവക് സമാജിൻ്റെ ജോയിൻറ്റ് ഡയറക്ടർ ശ്രീമതി സിന്ധു മധു, മറ്റ് ഭാരത് സേവക് സമാജിൻ്റെ പ്രവർത്തകർ, ഇവിടെ ഈ അഭിമാനകരമായ ഈ പുരസ്കാരം സ്വീകരിക്കുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മറ്റ് എല്ലാ വ്യക്തിത്വങ്ങൾക്കും വീണ്ടും ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. ദേശീയ ഗാനം. जनगणमन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा तव शुभ नामे जागे तव शुभ आशीष मागे गाहे तव जय गाथा जन गण मंगलदायक जय हे भारत भाग्य विधाता।